80കളിലും 90കളിലും മലയാള സിനിമയിൽ നായകനായും വില്ലനായും ഒരേപോലെ തിളങ്ങി സ്വന്തം രൂപം കൊണ്ട് മലയാളി പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ച നടനായിരുന്നു രതീഷ്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഒരുപോലെ ആരാധിച്ച ആ താരരാജാവിൻ്റെ വിയോഗം മലയാളക്കരയെ വളരെയേറെ സങ്കടപ്പെടുത്തിയിരുന്നു. വേഴാമ്പൽ, തുഷാരം തുടങ്ങിയ മലയാള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രേക്ഷകർക്കുള്ളിൽ ചിരപ്രതിഷ്ഠ നേടി. 1954 കലവൂരിലാണ് താരം ജനിച്ചു വളർന്നത്. വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനമുറപ്പിക്കാൻ രതീഷിന് കഴിഞ്ഞിരുന്നു. തൻ്റെ സ്വാഭാവികമായ അഭിനയ ശൈലിയും അഭിനയ മികവും കൊണ്ട് മറ്റുള്ള താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രതീഷിന് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർക്കിടയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചു. 1983 താരത്തിൻ്റെ വിവാഹം. ഡയാന എന്ന യുവതിയായിരുന്നു രതീഷിൻ്റെ ജീവിത പങ്കാളി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഈ വിവാഹത്തിന് മുൻപ് രാധ എന്ന യുവതിയുമായി രതീഷിന് അടുപ്പമുണ്ടായിരുന്നുവെന്നും അതിൽ രതീഷിനൊരു ആൺകുട്ടി ജനിച്ചിരുന്നുവെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. രാധ എന്ന യുവതിയെ വിവാഹം കഴിക്കാൻ രതീഷ് ഒരുക്കമായിരുന്നുവെങ്കിലും രതീഷിൻ്റെ വീട്ടുകാർ ആ വിവാഹത്തിന് സമ്മതം മൂളിയില്ല. വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ താരം സജീവമായി കഴിഞ്ഞപ്പോൾ മകനെ കാണാറുണ്ടായിരുന്നുവെന്നും ചില മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത മറ്റൊന്നാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 20ാം വയസ്സിൽ വിഷാദരോഗത്തിന് അടിമപ്പെട്ട് ആ മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. അതേസമയം രാധ എന്ന യുവതി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചെന്നും പിന്നീട് മറ്റൊരു വിവാഹബന്ധത്തിലേക്കും എത്തിപ്പെടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. രാധയിൽ ജനിച്ച മകൻ്റെ മരണശേഷം രതീഷ് മാനസികമായി തകർന്നു പോവുകയും അത് വിഷാദത്തിലേക്കും മദ്യപാനത്തിലേക്കും അടിമപ്പെടുകയും ചെയ്തു. ഇത് താരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു. 2002 ഡിസംബർ 24 താരം നമ്മെ വിട്ടുപിരിയുന്നത്. എന്നിരുന്നാലും ഈ വെളിപ്പെടുത്തൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. കലവൂർ സ്വദേശികളായ നിരവധി വ്യക്തികളാണ് വാർത്ത സത്യമാണെന്നറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഈ വെളിപ്പെടുത്തൽ വിശ്വസിക്കാനായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.